ജന്മാദ്യസ്തോന്യാതിരതച്ചാർത്തേഷ്വിജ്ഞസ്വരാർത്തേനേ ബ്രഹ്മ ഹൃദായ ആദികവേ മുഖ്യേന്ദ്രിയ സൂര്യ തേജോ വാരി മൃതാമ്യധാ വിനിമയോ ത്വത്തിസർഗോമുഷ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്ന നാദശ്രീ ചാനലിലെ മറ്റൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സഹകരിച്ചവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 17-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഹിരണ്യാക്ഷൻ്റെയും ഹിരണ്യകശിപുവിൻ്റെയും ജനനത്തോടനുബന്ധിച്ച് കണ്ട ദുർനിമിത്തങ്ങൾ ബ്രഹ്മാവിനോട് ദേവന്മാർ പറയുന്നു. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് ചോദിക്കുന്നു. ഉത്തരം പറയുന്നു ബ്രഹ്മാവ്. അവരുടെ ജനനത്തിനുള്ള കാരണങ്ങളും ദിതികശ്യപ സംവാദവും എല്ലാം പറഞ്ഞ് അതുകൊണ്ടാണ് ഹിരണ്യാക്ഷൻ്റെയും ഹിരണ്യകശിപുവിൻ്റെയും ജനനം ജയവിജയന്മാരെ ശപിച്ചതുകൊണ്ടുണ്ടായത് എന്ന കാര്യം പറഞ്ഞു കൊടുക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. ആ ദുർനിമിത്തങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഈ അധ്യായത്തിൽ വർണ്ണിച്ചത്. ജസ്റ്റ് നേരത്തെ സൂചിപ്പിച്ച കാര്യം ദുർനിമിത്തങ്ങളെ ഇവിടെ വർണ്ണിച്ചു. അതും കഴിഞ്ഞിട്ട് അടുത്ത ഘട്ടം എന്താണ്? അവരുടെ ജനനത്തിലേക്ക് കടന്നു. കഥ നീങ്ങുകയാണല്ലോ. അപ്പോൾ ജനനം എന്ന് പറയുമ്പോൾ എന്താ ഉണ്ടായത്? ഭയങ്കരങ്ങളായ കൈകളും വലിയ ശരീരമാണ്. കാരണം 100 കൊല്ലം ഗർഭത്തിൽ ഇതൊക്കെ സാധാരണ. വലിയ ശരീരത്തോടു കൂടി ഭൂമിയെ വിറപ്പിച്ചുകൊണ്ട് നടന്നു. ഗദ കയ്യിൽ പിടിച്ചു. ഗാം കമ്പയെന്തോ ചരണൈ പതേ പതേ, ഓരോരോ അടി വയ്ക്കുമ്പോഴും ഭൂമിയെ വിറപ്പിച്ചുകൊണ്ടും ഭയപ്പെടുത്തിക്കൊണ്ടും ലോകത്തിലുള്ളവർക്ക് മഹാഭീഷണിയായിട്ടും ദ്രോഹകാരികളായിട്ടും അവർ വളർന്നു എന്ന് പറഞ്ഞു തുടങ്ങി. ഈ 18-ാമത്തെ ശ്ലോകം. പ്രജാപതി നാമതയോരകാട്ടി പ്രാക്സ്വദേഹായമയോരജായത തമ്പൈ ഹിരണ്യകശിപും വിദു പ്രജായന്തം ഹിരണ്യാക്ഷമസൂതതാകൃത. അത് 20 ശ്ലോകം നമ്മൾ പറഞ്ഞു വെച്ചല്ലോ. ഹിരണ്യാക്ഷം അനുജസ്തസ്യ പ്രിയ പ്രീതികൃതന 20 വരെയാണ് പറഞ്ഞത്. ഹിരണ്യാക്ഷൻ അനുജനും ഹിരണ്യകശിപു ജ്യേഷ്ഠനുമായിട്ട് ഗദാപാണിർ ദിവം യാതു, ഗദ കയ്യിൽ പിടിച്ച് സ്വർഗത്തിലേക്ക് പോയി. ഇതാ പറഞ്ഞു വെച്ചത്. ഇന്ദ്രനെ അടക്കം ആക്രമിക്കാൻ മുതിർന്നു. 21-ാമത്തെ ശ്ലോകം. തം വീച്ച ദുസ്സക ജമണ്ഡണ കാഞ്ചനനൂപരം വൈജയന്ത്യ സജാചുഷ്ടം അംസന്യസ്തമഹാഗതം. സഹിക്കാൻ പറ്റാത്തതായിട്ടുള്ള തേജസ്സോട് കൂടിയിട്ട് ഉള്ള ഇവരെ കശ്യപൻ്റെ മക്കളാണ്. തേജസ്സില്ലാണ്ടിരിക്കില്ല. പക്ഷെ അതൊക്കെ തെറ്റായ കാര്യത്തിന് ഉപയോഗിച്ചെന്നല്ലോ. ഇവരുടെ തേജസ് വളരെയധികം കൂടുതലുണ്ടാവുമെന്നാണ്. കശ്യപൻ്റെ വീര്യമാണ്. കശ്യപൻ എത്രയോ തപസ്യല്ലേ. പക്ഷേ എനർജി എപ്പോഴും നല്ലത് ഏത് ഡയറക്ഷനിൽ ഉപയോഗിക്കണോ എന്നുള്ളതിനനുസരിച്ചാണ്. അതുകൊണ്ട് ഒരു ശക്തി ഇല്ലാണ്ടാവില്ല, നിസ്തേജസ്സാവില്ല. കുറേ കഴിഞ്ഞാൽ ആവും. കാരണം ആ തെറ്റായ ഉപയോഗം നടത്തി അവരുടെ തേജസ് അവരെന്നെ നശിപ്പിക്കും. തൽക്കാലം കുറേ തേജസ് ഉണ്ടാവും. ആ ദുസ്സഹജപം സഹിക്കാൻ കഴിയാത്ത എന്തൊക്കെയോ ഭാവത്താൽ രണത് കാഞ്ചന നൂപുരം, അവരുടെ ശരീരത്തിലത്തെ സ്വർണ്ണമയമായിട്ടുള്ള കാൽച്ചിലമ്പൊക്കെ അണിഞ്ഞിട്ടുണ്ട്. പണ്ട് ഈ പുരുഷന്മാരും ആഭരണങ്ങൾ അണിയും. പാദസരം സ്ത്രീകൾ അണിയണ പോലെ പുരുഷന്മാരും കാലിൽ ചിലമ്പൊക്കെയാണ് അണിയാന്നേ ഉള്ളൂ. കൃഷ്ണനെ ചിലമ്പോട് വർണ്ണിക്കും ഇല്ലേ, പരമേശ്വരനായിക്കോട്ടെ, ഇവരൊക്കെ ചിലമ്പണിഞ്ഞവരാണ്. കാതിലും ആഭരണം ഉണ്ടാവും, കഴുത്തിലും ആണുണ്ട്. പണ്ടത്തെ ഒരു സമ്പ്രദായമാണത്. ഹിസ്റ്ററി പഠിച്ചവർക്കറിയാം. എല്ലാവരും ആഭരണങ്ങൾ അണിഞ്ഞിരുന്നു. അയോധ്യയിലെ വർണ്ണിക്കുമ്പോഴും പറയണ്ട, കുണ്ടലധാരികളല്ലാത്ത ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആഭരണം ധരിച്ചിരുന്നു ശബ്ദത്തോടു കൂടി. പിന്നെയോ വലുതായിട്ടൊരു മാലയും ധരിച്ചിട്ടുണ്ട്. അതും പുരുഷന്മാരുടെ പണ്ടത്തെ സമ്പ്രദായം. വൈജയന്തിയ സ്രജം എന്ന് പറഞ്ഞാൽ മാല. ആ മാലയുടെ പേരാണ് വൈജയന്തി. മാറിൽ ധരിച്ചിരിക്കുന്ന നീളത്തിലുള്ള മാല എന്നർത്ഥമുള്ളൂ. ചിലപ്പോൾ ഭഗവാനും വൈജയന്തി എന്ന് പറയാറുണ്ട് ആ മാലയ്ക്ക്. അപ്പോൾ മാലയുടെ പേരാണ് വൈജയന്തി. ജുഷ്ടം, ആ മാലയോട് കൂടിയവൻ. അംസന്യസ്ത മഹാഗതം, തോളിൽ വെച്ചിരിക്കുന്ന ഗത. ഗത എന്തിനാണ് തോളിൽ വെക്കണം? അല്ല കനുണ്ട്, അതുകൊണ്ട് തന്നെ. കയ്യിലൊന്നും പിടിച്ച ഒതുങ്ങണോ ഗതയില്ല. തോളിങ്ങനെ വെച്ചിരിക്കുകയാണോ എല്ലാവരും വേണ്ടി വന്നാൽ പ്രയോഗിക്കാം. ഇത് വെച്ച് അംസം, തോള്. അംസം എന്ന് പറഞ്ഞാൽ തോളാണ്. ഹംസല്ല കേട്ടോ, അംസം. ആ അംസം ന്യസ്ത മഹാഗതം, വലിയ ഗതയും തോളിൽ വെച്ച് ഏറ്റിയ പൊന്താത്ത വലിപ്പ കനം ആ ഗതയ്ക്കുണ്ടെന്ന് അതിൽ നിന്ന് സൂചിപ്പിക്കണു.
അല്ലെങ്കിൽ നമ്മൾ തോൾ വയ്ക്കേണ്ട കാര്യമില്ലല്ലോ. അംസന്യസ്ത മഹാഗതം, തോളിൽ വെച്ചിരിക്കുന്ന വലിയ ഗതയോടുകൂടി ഭയങ്കര തേജസ്സോട് കൂടിയിട്ട് കാൽച്ചിലമ്പ്, മാല എല്ലാം ധരിച്ച് എന്ത് ചെയ്തു? ഗർവം കൊണ്ട്, അഹങ്കാരം കൊണ്ട്, അകുതോഭയം, ഒരു മനുഷ്യനെ പേടിയില്ലാതെ, അസൃണ്യം എന്ന് പറഞ്ഞാൽ തടസ്സമില്ലാത്തവൻ, യാതൊന്നിനെയും പേടിക്കാതെ തടസ്സം ഉണ്ടെങ്കിൽ താട്ടി നിരപ്പാക്കും, ഒന്നിനെയും പേടിയില്ല. തം അവനെ കണ്ടിട്ട് വീക്ഷ്യ ഇന്ദ്രൻ അത്ഭുതപ്പെട്ടു, ദേവന്മാർ മുഴുവൻ അത്ഭുതപ്പെട്ടു. ഇന്ദ്രനാണല്ലോ ദേവലോക നായകൻ. ഭീത ഭയപ്പെട്ടു. ഒരു പിൻബലം ഇല്ലാതെ ഒരുത്തൻ ഇങ്ങനെ ദേവലോകത്തേക്ക് വരില്ല, ഏകദേശം അത് ഉറപ്പാണ്. അപ്പം ഇവനെന്തൊക്കെയോ ശക്തികളോ പിൻബലമോ ഉണ്ട്. ആരാ ഇവൻ? അവർക്ക് പെട്ടെന്നാണ് മനസ്സിലായില്ലല്ലോ ഹിരണ്യാക്ഷനാണ്, പിന്നീടാണ് മനസ്സിലാവുന്നത്. ആ ഭയത്തോടു കൂടി ദേവന്മാർ താർക്ഷ്യത് എന്ന് പറഞ്ഞാൽ ഗരുഡനെ കണ്ട് ഭയപ്പെട്ട പാമ്പുകളെ പോലെ, അഹി എന്ന് പറഞ്ഞാൽ പാമ്പാണ്. ഗരുഡനെ കണ്ട പാമ്പുകൾ അത്രയധികം ഭയന്ന് ഓടും ഇല്ലേ? കാരണം മുമ്പിൽപ്പെട്ട കഴിഞ്ഞു കഥ ഉറപ്പാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരെ കണ്ടാൽ എല്ലാവരും ഭയക്കും. നമ്മുടെ ജീവൻ പോകുന്ന ശത്രുക്കൾ. നമുക്ക് പാമ്പിനെ കണ്ടാലോ പേടി? എന്താ, നമ്മുടെ ജീവനെ എടുക്കാൻ കഴിവുള്ള സാധനമാണ്. അതുകൊണ്ടാണ്. അല്ലാണ്ട് പാമ്പിനെ ഇപ്പോൾ നമുക്ക് പേടിക്കേണ്ട കാര്യം, ആ വിഷമില്ല അത്ര പേടി ഉണ്ടാവുമോ വെച്ചാൽ ഇല്ല. ചേര ഇപ്പോൾ നമുക്ക് പേടിയില്ലല്ലോ, ഉണ്ടോ? അത്രയ്ക്ക് പേടിയൊന്നുമില്ല, ചേരയാണ്. അപ്പോൾ ആ ആകൃതിയല്ല നമ്മൾ പേടിക്കുന്നത് ഒരിക്കലും, അതിൻ്റെ നമ്മുടെ ജീവനെ എടുക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ പേടിക്കുന്നത്. വിഷമില്ലെങ്കിൽ പാമ്പിനെ പേടിക്കേണ്ട അത്ര കാര്യമില്ല. അപ്പം അതുകൊണ്ട് അഹയായുവ തൻ്റെ ജീവനെ എടുക്കുന്ന ഗരുഡനെ കണ്ട് പാമ്പുകൾ പേടിക്കുന്നത് പോലെ, ദേവന്മാർ സാത്വികന്മാരാണ്, വല്ലാണ്ട് കനത്ത ശക്തികളോ അത് അങ്ങനെ കഠോരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അവർക്കില്ല. മനോവീര്യമരോത്സിക്തം അസൃണ്യം അകുതോഭയം. അടുത്ത ശ്ലോകം. അസൃണ്യം തടസ്സം കൂടാതെ, അകുതോഭയം, അകുത എന്ന് പറഞ്ഞാൽ വിപരീതമാണ്, ഭയമില്ലാത്തത്. അകുതത്തിന് ശേഷം വരുന്നതിൻ്റെ വിപരീത അർത്ഥം വരിക. അകുതോഭയം, ഭയമില്ലാതെ നിൽക്കുന്നത് കണ്ടിട്ട്, ഇത്ര ശക്തിയോട് കൂടിയിട്ട് ദേവലോകത്തേക്ക് വരാൻ ധൈര്യപ്പെട്ട ഇവർ ആരായിരിക്കാം? ഭീത നിലില്ലിരേ ദേവ, പേടിച്ചവരെന്ത് ചെയ്തു? ഒളിച്ചു. താക്ഷ്യത്രസ്തായിവ അഹയ, അഹി പാമ്പ് ഗരുഡനെ കണ്ട് ഭയപ്പെട്ടോടുന്നത് പോലെ എവിടേക്കോ പോയി ഒളിച്ചില്ലേ? മഹിഷാസുരൻ വന്നപ്പോഴും ദേവന്മാർ പോയി ഗുഹയിൽ ഒളിച്ചു. ദേവീഭാഗവത്തിൽ വർണ്ണിക്കും. സവൈ തിരോഹിതാം ദൃഷ്ട്വാ മകസാസേന ദൈത്യരാക്ഷേന്ദ്രാൻ ദേവഗണാൻ ക്ഷീപാൻ അവശ്യ വെനദത് വൃഷം. അവരെ എന്തെങ്കിലുമൊക്കെ പേടിപ്പിക്കണം, അല്ലെങ്കിൽ അവരോട് സ്വർഗത്തിൽ നിന്ന് ആട്ടിപ്പയക്കണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാമെന്ന് നേരിടണം വിചാരിച്ചിട്ടാണ് പോയതേ. ഈ ചില ആൾക്കാർക്ക് എതിരിടാൻ അവസരം കിട്ടിയില്ലെങ്കിൽ ദേഷ്യം വരും. എതിരിടാൻ അവസരം കിട്ടാൻ വേണ്ടിയിട്ടാണ് പോയത്. ഓ, അപ്പോഴേക്ക് രക്ഷപ്പെട്ട് കളഞ്ഞല്ലോ കള്ളൻ എന്ന് പറഞ്ഞ് ദേഷ്യം വരും. കയ്യിൽ നിന്ന് വഴുതി പോയ പോലെ. അപ്പോൾ ഒരു യുദ്ധം ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചു, യുദ്ധം ഉണ്ടായില്ല. അവർ ഓടിപ്പോയപ്പോൾ യുദ്ധം ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ, ദേഷ്യം വന്നു. കാരണം അവൻ്റെ ഉദ്ദേശം, ശക്തി കാണിക്കാനുള്ള അവസരമാണ് നഷ്ടപ്പെട്ടത്. സവൈ അവനാകട്ടെ സേനമകസ തൻ്റെ പ്രഭാവം നിമിത്തം തിരോഹിതാൻ മറഞ്ഞിരിക്കുന്നവർ, ക്ഷീപാൻ ഭയപ്പെട്ടവരെ, പേടിപ്പെട്ടവരെ എന്നൊക്കെയുള്ള അർത്ഥം. സേന്ദ്രാൻ ഇന്ദ്രനോട് കൂടിയ ദേവഗണാൻ, സേന്ദ്രാൻ ദേവഗണാൻ, ഇന്ദ്രനും ദേവന്മാരും എല്ലാവരും ദേവസമൂഹങ്ങളെ കാണാത്തവരായി. ദേവലോകത്തേക്ക് ചെന്നപ്പോൾ അവിടെ ആരുമില്ല. രണ്ട് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് ചെല്ലുമ്പോൾ അവിടെ ആളില്ല വെച്ചാൽ ഒരു നിരാശ തോന്നില്ലേ? എപ്പോഴാ പോയി ഇപ്പോൾ ഇവർ? വല്ലാത്തൊരു കഷ്ടം, ഒന്നിട്ട് കലക്കി ചാമ്പണം എന്ന് വിചാരിച്ചതാ, അത് നടന്നില്ല. എപ്പോഴാ പോയി കള്ളന്മാർ? ദേവഗണാൻ അപശ്യൻ. ഈ അപശ്യൻ എന്ന് പറഞ്ഞാൽ കണ്ടു എന്നും വരും, കണ്ടില്ല എന്നും വരും. ചില വാക്ക് സംസ്കൃതത്തിൽ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും വരും. പശ്യൻ എന്ന് പറഞ്ഞാൽ കാണുക, അപശ്യൻ എന്ന് പറഞ്ഞാൽ കാണുക. ചിലപ്പോൾ അപശ്യൻ തന്നെ കണ്ടു എന്നുള്ളതിന് പോസിറ്റീവായിട്ട് വരും. അപശ്യത എന്ന് പറഞ്ഞാൽ കണ്ടു എന്നാണ്. അത് സന്ദർഭത്തിനനുസരിച്ചിട്ട് അർത്ഥം എടുക്കണം. ഇവിടെയോ കാണാതെ, അപശ്യൻ കാണാത്തവരായിട്ട്, വൃഷം വ്യനതത് അലറി, ഉറക്കെ അലറി. എപ്പോഴാ പോയി ഇവർ?
അടക്കാൻ പറ്റാത്ത ദേഷ്യത്തോട് കൂട്ട ഒരൊറ്റ അലർച്ച. സവൈ തിരോഹിതാൻ ദൃഷ്ട്വാ മകസാ സേന ദൈത്യരോട്ട് ഇരണ്യാക്ഷൻ സേന്ദ്രാൻ ദേവഗണാൻ ക്ഷീവാൻ ദേവഗണങ്ങളെ ക്ഷീണിച്ച് കണ്ട് ഉറക്കെ അലറി. അപശ്യത് കാണാതെ, കണ്ടിട്ടല്ല കാണാതെ, മൃശം അലറി. തതോതി വൃത്തക്രീഡിഷ്യൻ ഗംഭീരം ഭീമനിസ്വനം വിജഗാഹേ മകാസത്വോ വാർദ്ധിം മത്തൈവ ദിവാ. തത നിവൃത്ത, എന്തായാലും ഇവിടുന്ന് മടങ്ങി. ഇനിയിപ്പം നിന്നിട്ട് കാര്യമില്ല, ഇവരെവിടെയോ പോയി ഒളിച്ചിരിക്കണം. അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ഒരവസ്ഥയാണ്. അവിടെ നിവർത്ത മടങ്ങി. പിന്നെയോ ക്രീഡിഷ്യൻ ഗംഭീരം ഭീമനിസ്വനം, 3 വിശേഷണം. ഒന്ന് ക്രിയാവിശേഷണമായിട്ട് കളിക്കുന്നുണ്ട്, എന്തൊക്കെയോ കാട്ടിക്കൂട്ടുക. ശക്തി ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പ്രയോഗിക്കണ്ടേ. ആഴമേറിയ സ്വരം ഉണ്ടാക്കിയിട്ട് അലറുക. ഗംഭീരം സ്വനം, സ്വനം എന്ന് പറഞ്ഞാൽ ശബ്ദം. എങ്ങനത്തെ ശബ്ദമാണ്? ഭീമനിസ്വനം, ഒച്ചത്തിലുള്ള അലർച്ച കൊണ്ട് ലോകത്തെ മുഴക്കി നടുക്കിക്കൊണ്ട്, ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് അലറിക്കൊണ്ട്, മത്തദ്ദിവ ഇവ, മതിച്ചിരിക്കുന്ന ആനയെ പോലെ. ആന മതിച്ച ഏതിയെ പോകണമെന്നോ കാക്കലെന്താ വീണ നോക്കില്ല, ഒക്കെ നശിപ്പിച്ച്, ചെടിയാണെങ്കിൽ ചെടി, വള്ളിയാണെങ്കിൽ വള്ളി, കൃഷിയാണെച്ചാൽ കൃഷി, വാഴച്ചാൽ വാഴ, സർവറ്റിനി ചവിട്ടി അരച്ചിട്ടാ പോവുക അല്ലേ. മതിച്ച ആന പോകുമ്പോഴേ, അതം പൊട്ടി ആന പോകുമ്പോൾ എന്താണെന്നും കൂടി നോക്കില്ല എന്ന് പറയാം. മത്തദ്ദിവ, ദിവ എന്ന് പറഞ്ഞാൽ ആന, മത്ത എന്ന് പറഞ്ഞാൽ മതിച്ച ആനയെ പോലെ പ്രവേശിച്ചു. കീഴ്പ്പെട്ട് അന്വേഷിച്ച് സമുദ്രത്തെ പ്രാപിച്ചു. വാർദ്ധിം, സമുദ്രത്തിലേക്കാണ് പോയി. ഇവിടെ എവിടെയും ദേവന്മാരെ കാണാനില്ല, അവരിപ്പോൾ എവിടെ പോയിരിക്കണം? തതോതി വൃത്തക്രീഡിഷ്യൻ ഗംഭീരം ഭീമനിസ്വനം വിജഗാഹേ മകാസത്വോ വാർദ്ധിം. സമുദ്രത്തിലേക്ക് പോയി നോക്കി. അവിടെയെങ്ങാനും പോയിട്ട് ഇവർ ഒളിച്ചിട്ടുണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ടാവാം. തത്പിൻ പ്രവിട്ടേ വരുണസ്യ സൈനികായാതോ ഗണ സന്നദ്ധയസ്തസ. ഒരു ഉദ്ദേശം കൂടി ഉണ്ടായി സമുദ്രത്തിൽ. വരുണനെ ഒന്ന് കാണാം. ദേവന്മാരിലൊരാണ് വരുണനോട് ഒന്ന് യുദ്ധം ചെയ്താലോ, വെല്ലുവിളിക്ക് തന്നെ പോയിട്ട്. ശക്തനാണ് വരുണെന്ന് കേട്ടിട്ടുണ്ടെന്ന്, അന്ന് യുദ്ധം ചെയ്യാനുള്ള അവസരം കൂടി പ്രതീക്ഷിച്ചിട്ടാണ് എവിടേക്ക് പോയത്? വരുണലോകത്തേക്ക്, സമുദ്രത്തിലേക്ക് പോയത്. തസ്മിൻ പ്രവിഷ്ടേ വരുണസ്യ സൈനിക യാദോഗണ. പലരും ഈ യദോഗണ എന്ന് വായിക്കും. ഈ യാദോഗണ പല ദിക്കിലുണ്ടേ. അവിടെയൊക്കെ കൊണ്ട് യദോഗണ എന്ന് ശ്രദ്ധിക്കണം. യദോഗണയില്ല, യാദോഗണ. എന്താ? ജലജീവികൾ എന്ന് ചുരുക്കം. സമുദ്രത്തിൽ വസിക്കുന്നവരെയാണ് യാദോഗണങ്ങൾ എന്ന് പറയുക. യാദോഗണഭ്യോ വരുണസ്യ പാശാതെന്ന് നാരായണ കവചത്തിലുണ്ട്. അവിടെ ഈ യദോഗണ എന്ന് ചെല്ലും ചിലരും. വെള്ളത്തിലായിരിക്കുമ്പോൾ മത്സ്യമൂർത്തി രക്ഷിക്കട്ടെ എന്നാണ് കവചം. യാദോഗണ എന്നാണ്. എന്താ പറയണമെന്ന് വെച്ചാൽ എപ്പോഴും വായിക്കുമ്പോൾ ഒരുപാട് ആൾ തെറ്റിക്കുന്നുണ്ട്. യദോഗണ നമുക്കതിങ്ങനെ കേൾക്കുമ്പോൾ ഈ ആവശ്യമില്ലാത്ത ദിക്കിൽ നീട്ടുള്ള ദിക്കിൽ നീട്ടാണ്ടിരിക്കുക, രണ്ടും തെറ്റാവും. അപ്പോൾ യാദോഗണ പഠിക്കാൻ വേണ്ട 2-3 പ്രാവശ്യം വേണം. യാദോഗണ, വെള്ളത്തിൽ നിന്നുള്ള ഉപദ്രവങ്ങളൊക്കെ ഇല്ലാണ്ടാവാനും പ്രളയജലം ബാധിക്കാതിരിക്കാനും ഒക്കെ മത്സ്യമൂർത്തിയാണ് ധ്യാനിക്കേണ്ടത്. അപ്പോൾ അവിടെയൊക്കെ യാദോഗണ ദീർഘണ്ട്. യാദോഗണ സന്നദ്ധിയാസ സാധസാ, ജലചരങ്ങൾ. യാദോഗണ എന്ന് പറഞ്ഞാൽ ജലത്തിൽ എന്തൊക്കെ ഉണ്ടാവുക പറയാൻ പറ്റുമോ? പറഞ്ഞാൽ കഴിയുമോ? മത്സ്യങ്ങൾ, തിമിംഗലങ്ങൾ, ജലജീവികൾ, മുതലകൾ, കടൽപ്പാമ്പുകൾ, ആമകൾ, കടലാമകൾ, പേരും കൂടി നിശ്ചയില്ലാത്ത ഒട്ടേറെ ജീവികൾ അല്ലേ, ഒക്കെ സമുദ്രത്തിലുണ്ടാവും. ജലജീവികൾ ആണ് യാദോഗണ സന്നദ്ധിയ സദസ. അവരെയൊക്കെ ബുദ്ധി ഭ്രമിക്കുകയും ഭയപ്പെടുകയും ചെയ്തു. ഭയം ഉണ്ടായാൽ നമുക്ക് എന്താ ചെയ്യേണ്ടത് എന്നൊരു നിശ്ചയം ഉണ്ടാവില്ല. ആകെ കൂടി ഭയന്ന് പരവശരായി എന്നർത്ഥം. എന്നിട്ടോ അഹന്യമാന, അനിക്കപ്പെട്ടിട്ടില്ല എങ്കിലും, ആരും മരിച്ചിട്ടൊന്നുമില്ലെങ്കിലും മരിച്ച പോലെയായി. അല്ലാണ്ട് അങ്ങോട്ട് ഭയന്നാൽ ചിലപ്പോൾ നമ്മൾ അനങ്ങാൻ പറ്റാണ്ടാവും അല്ലേ, ഏകദേശം ചത്ത പോലെ ആവുക എന്ന് പറയുമല്ലോ. തസ്യ
വർച്ചസ, അവൻ്റെ പ്രഭാവം കൊണ്ട് പ്രദർശിത, വളരെയേറെ ഓടി. വെള്ളത്തിൽ കൂടെ ഓടുകയല്ല, നീന്തുകയാണല്ലോ. എങ്ങോട്ടേക്കൊക്കെയോ നീന്തി ഓടി രക്ഷപ്പെട്ടു. ഇവൻ ഇറങ്ങിയ സ്ഥലത്ത് നിൽക്കണ്ടെന്നും കരുതിയിട്ട് അകമ്മ ഓടി. ഇവൻ്റെ അടുത്ത് നിന്ന് ദൂരെ ഓടി. തസ്മിൻ പ്രവിഷ്ടേ വരുണസ്യ സൈനിക യാദോഗണാഹ സന്നദ്ധിയസ്സ. അതിശക്തിയുള്ള തേജസ്സും പ്രഭാവം കൊണ്ട് ഇറങ്ങിയത് കൊണ്ട് അസഹ്യമാണ്, അഹന്യമാന. കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഹനിക്കുക, അഹന്യമാന കൊല്ലപ്പെട്ടിട്ടില്ല എങ്കിലും വളരെ ദൂരത്തേക്ക് അവർ വെള്ളത്തിലൂടെ ഓടിപ്പോയി. അപി തസ്യ വർച്ചസ, തേജസ്, ശക്തി, പ്രഭാവം, പ്രദർശിത ദൂരതരം പ്രദുദ്രുവു, ദൂരേക്ക് ഓടിമറഞ്ഞു. വെള്ളം ആകെ ഇളകി മറിഞ്ഞു. സവർഷപൂഗാനുദധൗ മഹാബലച്ചരൻ മഹോർമീൻ ശ്വസനേരിതാൻ മുഹു മൗര്യാഭിജഗ്നേ ഗതയാ വിഭാവരീം ആസേദിവാൻ താതപുരിം പ്രചേതസ. വർണ്ണിക്കുകയാണ് താത വിളിച്ചിട്ട്. മഹാബല, ഏറ്റവും ബലവാനായ അവൻ, സ കർത്താവ് അവിടുത്തെ സ വർഷപൂകാൻ അനേകം സംവത്സരക്കാലം ഉദധൗ സമുദ്രത്തിലെങ്ങനെ സഞ്ചരിച്ചു. ഊക്കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് നിശ്ചയില്ലാണ്ടേലും വലിയ ബുദ്ധിമുട്ടാണ്. കരയിലൊക്കെ പെരുമാറുന്നതിലൊരു ത്രില്ല് തോന്നിയില്ല. കരയിൽ കൂടെ നടക്കുമ്പോൾ എല്ലാവരും നടക്കില്ലേ, നമ്മൾ നടക്കില്ലേ? എന്താ അപ്പം അതിനൊരു പുതുമയുള്ളത്? സമുദ്രത്തിൽ കൂടെ നമ്മളാരും നടക്കാറില്ല. അപ്പോൾ ആരും ചെയ്യാത്തത് ചെയ്യണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു ഗുണം തനിക്കില്ലെങ്കിലും വേണ്ടില്ല. ഗിന്നസ് ബുക്കിൽ പേര് വരാൻ എന്താ വഴി? ചിലർ അതാ നോക്കുക. നല്ല കാര്യങ്ങളാച്ചാൽ കുഴപ്പമില്ല, ഒരു കാര്യമില്ലാന്ന് ചിലർ ചെയ്യണ കാണാം അല്ലേ. അയാളുടെ ലക്ഷ്യം ഗിന്നസ് ബുക്കിൽ പേര് വരാം ഏത് രീതിയിലും എന്ന പോലെ ഇവന് ഒന്ന് ഗിന്നസ് ബുക്കിൽ പേര് വരണം. എന്നാൽ സമുദ്രത്തിൽ കൂടെ ഏറെ സഞ്ചരിച്ചയാൾ എന്നായിക്കോട്ടെ. അതുവരെ ആരും അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്തു? ഉദദൗ വർഷപൂകാൻ ചരൻ. വർഷപൂകാൻ വളരെ വർഷക്കാലി, ഏറ്റവും കൂടുതൽ സമയം സമുദ്രത്തിൽ ചിലവഴിച്ച ആൾ ഹിരണ്യാക്ഷൻ, എല്ലാവരും പറയണം. അങ്ങനെ വളരെ വർഷക്കാലം സമുദ്രത്തിൽ മൂപ്പരന് കഴിച്ചു കൂട്ടി. ഇവിടെ സിംഹാസനവും രാജ്യവും സൗകര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സുഖമായിരിക്കേ വേണ്ടു. എന്താ ഇപ്പം ചെയ്യുക? ചിലർക്ക് ഈ സാഹസികത കൂടി അങ്ങനെയല്ലേ, വീഴാൻ പോകുന്ന മലകളുടെ മുകളിൽ കല്ലിടുക്കിൽ കൂടെ കയറി. എന്താ ആവശ്യമുണ്ടോ? ആലോചിച്ചു. അവിടുന്ന് വീഴാൻ പോയി, ആരൊക്കെയോ സൈന്യങ്ങൾ രക്ഷിച്ചു എന്നൊക്കെ നമ്മൾ പേപ്പറിൽ കാണും. കല്ലിടുക്കിൻ്റെ ഇടയിൽ പെട്ട് അതേ കൂടെ സാഹസപ്പെട്ട് കയറി വല്ല കാര്യമുണ്ടോ? മിണ്ടാതെ അവനവൻ്റെ വീട്ടിലിരുന്നാൽ ഇപ്പോൾ ഒരു പേര് കിട്ടാൻ വേറെ എന്തൊക്കെ മാർഗങ്ങളുണ്ട്. അത് ചിലവരുടെ സ്വഭാവമാണതെന്ന് പറഞ്ഞു വരികയാണ്. എങ്ങനെയെങ്കിലും ആളാൾ ചെയ്യാത്തത് ചെയ്യണം. അപ്പം അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഉദധോ ചരൻ, സഞ്ചരിക്കുന്നവനായിട്ട്, ശ്വസനേരിതാൻ, ശ്വാസത്താൽ ഉയർത്തപ്പെട്ട മഹോർമീൻ, തിരമാലകളെ. തിരമാലകൾ പൊതുവേ തന്നെ അങ്ങനെ ഇളകി മറിയും, പക്ഷേ ഇവൻ്റെ ശ്വാസവേഗം കൊണ്ട് ഇളകി മറയിൽ കൂടുതലായി എന്നാണ്. നമ്മൾ ഈ വെള്ളത്തിലൊക്കെ കുറച്ചായിട്ട് ഊതി നോക്കുക. കുട്ടികളെ പൈപ്പ് വെച്ചിട്ട് ഊതും, ചെറിയ കുഴലൊക്കെ വെച്ച് കളകളന്ന് വെള്ളം തിളക്കില്ലേ, തിളയ്ക്കണ പോലെയാവില്ലേ? അതേപോലെ ഇവൻ്റെ അതിഗംഭീരങ്ങളായിട്ടുള്ള ഊതലും നിശ്വാസങ്ങളും കൊണ്ട് സമുദ്രം ഇളകി മറഞ്ഞു. അവനൊരു പാത്രത്തിലത്തെ വെള്ളം പോലെ ഈ സമുദ്രമുള്ളൂ. കാരണം അത്രയും മഹാശരീരമാണ്. 100 വർഷമല്ലേ വെള്ളത്തിലിരുന്നത്, അല്ല ഗർഭത്തിലിരുന്നത്. അതുകൊണ്ട് ഊർമി, മഹോർമീൻ, വലിയ തിരമാലകളെ ഇളക്കി മറച്ചും കൊണ്ട്, മൗർവ്യ, ഇരുമ്പ് കൊണ്ടുള്ള ഗത കൊണ്ട്, മൗർവി ഇരുമ്പ് ഗത, മൗർവ്യ ഗതയ, ഇരുമ്പ് കൊണ്ടുള്ള ഗത കൊണ്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ അടിക്കുക വെള്ളത്തിൽ. ശക്തി കൊണ്ട് എന്താ ചെയ്യണമെന്ന് വെച്ചില്ലാണ്ട് അഭിജഗ്നേ എന്ന് പറഞ്ഞാൽ അടിക്കുക. ഗത കൊണ്ട് പട്ടയെന്ന് വെള്ളത്തിലിങ്ങനെ അടിക്കുക. തേ താതാ വിതുര, നോക്കൂ ഓരോരുത്തരുടെ അഹങ്കാരം. ഈ ശക്തി കൊണ്ട് എന്തൊക്കെ നല്ലത് ചെയ്യാം. മലകൾ പിടിച്ച് റോഡുണ്ടാക്കാം ഇല്ലേ? ഇത്രയും നല്ല നല്ല കാര്യങ്ങൾ, പാലുണ്ടാക്കാനോ റോഡുണ്ടാക്കാനോ കെട്ടിടങ്ങളുണ്ടാക്കാനോ ദുഷ്ടന്മാരെ കൊല്ലാനോ ഉപയോഗിച്ചൂടെ? അതിനൊന്നുമല്ല ഉപയോഗിച്ചത്. ഒരു കാര്യമില്ല, തനിക്കുമില്ല, ലോകത്തിനുമില്ല. ചില അങ്ങനെ അവരുടെ ശക്തി കൊണ്ട് ദ്രോഹം കാണിക്കുക. അങ്ങനെ പ്രചേതസ വരുണൻ,
പ്രചേതസ് വരുണനാണ്, വേറൊരു പേരാണ് പ്രചേതസ. വരുണൻ്റെ പുരിയിലേക്കാണ്ട് പോയി. സമുദ്രദേവനാണല്ലോ വരുണൻ. ഇപ്പോൾ വെള്ളത്തിലാണ് ഉണ്ടാവുക. പുരീം വിഭാവരീം, ആ പുരിയുടെ പേരാണ് വിഭാവരി. വരുണൻ പ്രചേതസ്, വിഭാവരി വരുണൻ്റെ പുരം. വരുണൻ വസിക്കുന്ന സ്ഥലത്തിനാണ് വിഭാവരി. യമൻ വസിക്കുന്ന സ്ഥലമോ സംയമനി. അങ്ങനെ ഓരോന്നിനും ഓരോ പേരുണ്ട്. വിഭാവരി, സംയമനി, അളകാപുരി ഒക്കെ ഓരോരുത്തർ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേര്. വിഭാവരി വരുണൻ്റെ സ്ഥലത്തേക്ക് പോയി. ആസേദിവാൻ, നീയെ കുറേയൊക്കെ ജലരാജാവായിട്ട് വാഴുന്നുണ്ട്, കാണിച്ചു തരപ്പം തന്നെ. ആരാ യഥാർത്ഥത്തിൽ ഇവിടുത്തെ രാജാവ് എന്ന് കാണിച്ചിട്ട് തന്നെ വേറെ കാര്യം എന്നും പറഞ്ഞ് വരുണനോട് വെല്ലുവിളിച്ച് അങ്ങോട്ട് പോയി. സവർഷ പൂകാൻ അനുദധൗ എന്നാണ്. അനുദധൗ മഹാബലച്ചരൻ മഹോർമീൻ ശ്വസനേരിതാൻ ശ്വസിക്കുന്നുണ്ട്. ദീർഘനിശ്വാസം വിട്ട് സമുദ്രജലത്തെ ഇളക്കിക്കൊണ്ട് മൗർവ്യാഭിജഗ്നെ ഇരുമ്പ് കഥ കൊണ്ട് വെള്ളത്തിൽ തല്ലി കോലാഹലം സൃഷ്ടിച്ചുകൊണ്ട് വിഭാവരിയെ പ്രാപിച്ചു വരുണപുരി. ഗതയാ വിഭാവരീം ആസേദിവാൻ, വിഭാവരി എന്ന വരുണപുരിയെ പ്രാപിച്ചു. അവിടെ ആരാളുള്ള? വിപ്രചേതസ വരുണൻ. വരുണനുള്ള വിഭാവരിയിലെത്തി. തത്രോപലഭ്യാസുരലോകപാലകം യാദോ, വീണ്ടും യാദോ ഗണ, യദോ ഗണല്ല, യാദോ ഗണാനാം ഋഷഭം പ്രചേതസം സ്മയൻ പ്രലബ്ധും പ്രണിപത്യ നീചവജഗാതമേ ദേക്കതിനാഥ സംയുഗം. യാദോ ഗണം ജലജീവികൾ, യദോ ഗണല്ല യാദോ ഗണം. തത്രോപലഭ്യാസുരലോകപാലകം, അവിടെ യാദോ ഗണാനാം ഋഷഭം, യാദോ ഗണം ജലജീവികൾ, ജലജന്തുക്കളെ, ജലത്തിൽ വസിക്കുന്നവർ, മൊത്തത്തിൽ യാദോ ഗണം. യാദും വെള്ളമായിട്ട് ബന്ധപ്പെട്ടതിനാ പറയുക. ആ വെള്ളത്തിൻ്റെ ശ്രേഷ്ഠനാരാ? വരുണൻ. ഋഷഭൻ ജലനാഥൻ, ജലജീവികളുടെ നാഥൻ. ഋഷഭം ശ്രേഷ്ഠൻ, നാഥൻ. നാഥനായിരിക്കുന്ന വരുണനെ കണ്ടു. അസുരലോകത്തെ പാലിക്കുന്നവനും, അസുരലോകത്തിൻ്റെ ഒരു ആധിപത്യം ഉണ്ട് ഈ വരുണലോകത്തിന്. പ്രചേതസം വരുണനെ എന്നത്തെ പറഞ്ഞു. പ്രചേതസം അതിനെപ്പടി ആവർത്തിച്ചു. പ്രചേതസം വരുണനെ ഉപലഭ്യ, കിട്ടിയിട്ട് കണ്ടിട്ട്. വരുണനെ കണ്ടു, കഷ്ടിച്ച്. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് പോയതും. ഉപലഭ്യ കണ്ടിട്ട് പൊട്ടിച്ചിരിച്ചു. നീയൊക്കെ എന്ത് രാജാവാണെന്ന് ചോദിച്ചിട്ടേ. അസുരന്മാരുടെ ഒരു ചെറിയൊരു ആധിപത്യമൊക്കെ ഉണ്ട് വരുണനെന്നാണ്. പക്ഷേ ഇപ്പം പൊട്ടിച്ചിരിച്ചു. നീ എന്ത് രാജാവാണ്? ഇപ്പം ഞാനാണ് ഇവിടെ രാജാവ്. പൊട്ടിച്ചിരിച്ച് കളിയാക്കി പരിഹസിച്ചു. പ്രലബ്ധു, അവനെ കളിയാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? നീചവത്, ഒരു നീചനെ പോലെ പ്രണിപത്യ നമസ്കരിച്ചു. കള്ളവിനയം കാണിക്കും ചിലർ. അത് ശരിക്കുള്ള വിനയമൊന്നും അല്ലാതെ കള്ളവിനയം. പ്രണിപത്യ നമസ്കരിച്ചിട്ട് അതിനാഥ പ്രഭോ മേ സംയുഗം ദേഹി, എനിക്കെന്താ വേണ്ടത്? യുദ്ധം വേണം. നീയുമായിട്ടൊന്ന് യുദ്ധം നോക്കണം. അതിനാണ് ഞാൻ വന്നത്, വേറെ ഒന്നുമല്ല എനിക്ക് വേണ്ടത്. ജഗാത പറഞ്ഞു. മേ സംയുഗം ദേഹി, ധൈര്യം ഉണ്ടെങ്കിൽ എന്നോട് യുദ്ധത്തിന് പാടൂ. ധൈര്യം ഉണ്ടോ തനിക്ക്? എനിക്കിപ്പോൾ എന്നോട് യുദ്ധം ചെയ്യണം, പറ്റുമോ? എനിക്കൊരു വരം തരാൻ കഴിവുണ്ടെന്ന് വെച്ചാൽ അതാണ് വേണ്ടത്, വേറൊന്നും വേണ്ട. ആ അഹങ്കാരം കൊണ്ടേ. തത്രോപലഭ്യ കണ്ടിട്ട്, ഉപലഭ്യാസുരലോകപാലകം, അസുരലോകപാലകനായിട്ടുള്ള വരുണനെ കണ്ടിട്ട്, യാദോ ഗണാനാമുഷഭം, ആരാവരുണൻ? ജലജീവികളുടെ നേതാവ്. പ്രചേതസം സ്മയൻ പ്രലബ്ധം പണിപത്യ നീചവജ്ജഗാതമേ, നമസ്കരിച്ചിട്ട് പറഞ്ഞു, ദേഹ്യതിനാഥ സംയുഗം, നാഥ എനിക്ക് യുദ്ധം തരാൻ തനിക്ക് പറ്റുമോ? സ്വർണ്ണവും രത്നമൊന്നുമല്ല എനിക്ക് വേണ്ട, താനുമായിട്ടൊന്ന് യുദ്ധം ചെയ്യണം. ത്വം ലോകപാല അധിപതിർമൃഗച്ചവ വീര്യാപകോ ദുർമദ വീരമാനിനാം വിജിത്യ ലോകേ കിലദേത്യദാനവാൻ യജ്രാജസൂയേന പുരാ യജപ്രഭോ. എന്നിട്ടോ പറയണ എന്തിനാ യുദ്ധത്തിന് വന്നത് എന്നാണെങ്കിൽ കാരണം വേണ്ടേ യുദ്ധത്തിന്. ത്വം ലോകപാല,
നീ ഇപ്പോൾ ലോകപാലനാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് നടക്കണം. അധിപതി കേവനായിട്ടുള്ള ശ്രേഷ്ഠനായിട്ടുള്ള അധിപതിയാണ് എന്നൊക്കെ പറയണു. ഭരണലോകത്തിൻ്റെ അധിപനല്ലേ നീയേ. അല്ലാണ്ട് അഹങ്കാരം, ദുർമതമാനിനാം, ദുർമതം കൊണ്ട് അഭിമാനിക്കുന്നവരുടെ വീര്യത്തെ അപഹരിക്കുന്നവനും, മൃഗച്ഛവ, മഹത്തായ കീർത്തിയുള്ളവനും ആകുന്നു എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എല്ലാവരുടെ കീർത്തിയെ മങ്ങിക്കുന്ന കീർത്തിയുണ്ട് എന്നൊക്കെ ഞാൻ കേൾക്കുന്നുണ്ടായി. എൻ്റെ അഹങ്കാരം എന്ന് ഞാൻ ശരിയാക്കി തരാം. പ്രഭോ പുരാ ഏത് ലോകേ, പണ്ട് ഈ ലോകത്തിൽ നീ എന്ത് ചെയ്തു എന്ന് ഞാൻ കേട്ടു. അഖില ദൈത്യദാനവാൻ വിജിത്യ, ദേവാസുരന്മാരെ വിജയിച്ചിട്ട് രാജസൂയേന അയജത്ത്, രാജസൂയം നടത്തുണ്ടായി അല്ലേ. രാജസൂയം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരെയും ജയിച്ചാൽ ചെയ്യുന്നതാണത്. പിന്നെ വേറൊരു തന്നേക്കാൾ മീതെ ഒരു രാജാവോ ചക്രവർത്തിയോ ഉണ്ടാവാൻ പാടില്ല. അപ്പോഴേ രാജസൂയം നടത്തൂ. അത് രാജസൂയത്തിന് അർഹതയില്ല. ഇനി ആരെങ്കിലും ജയിക്കാൻ ബാക്കിയുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് രാജസൂയം നടത്തുള്ളൂ. അപ്പം നീയേ എല്ലാവരെയും ജയിച്ചു എന്ന അഭിമാനത്തോട് കൂടിയിട്ട് രാജസൂയം കൊണ്ട് നടത്തി എന്ന് ഞാൻ കേൾക്കുണ്ടായി. തും ലോകപാലാധിപതിൻ മൃഗച്ഛവാ വീര്യാപഹോ, കേമന്മാരെക്കാളൊക്കെ മങ്ങലേൽപ്പിച്ചുകൊണ്ട്, കേമന്മാരെ പോലും മങ്ങിപ്പിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ വിരാജിക്കുന്നുണ്ട് എന്ന് ഞാൻ കേൾക്കുന്നുണ്ടായി. ദുർമതവീര്യമാനിനാം, അഹങ്കാരം കൊണ്ട് അതൊന്ന് അവസാനിപ്പിക്കണം. വിജിത്യലോകേ അഖിലദൈത്യദാനവാൻ, ആ ദേവദാനവന്മാരെ ജയിച്ചിട്ട് രാജസൂയേന യജത്, രാജസൂയം നടത്തി നീയല്ലേ. എന്നോട് ചോദിക്കാതെ ആരധികാരം തന്നു നിനക്ക് എന്നെ നീ ജയിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് നിൻ്റെ രാജസൂയം അസാധുവാക്കിയിരിക്കണു, പ്രഖ്യാപിച്ചിരിക്കണു. ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നോട് യുദ്ധത്തിന് പോവാ. സ ഏവമുത്സിക്തമതേന വിദ്വിഷ ദൃഢം പ്രലബ്ധോ ഭഗവാനപാംപതി രോഷം സമുത്ഥം ശമയൻ സ്വയാദിയ വിവോചതം അംഗോപശമംഗതാവയം. വരുണൻ്റെ മറുപടിയാണ് 29ാമത്തെ ശ്ലോകം. വർദ്ധിച്ച ഉത്സിക്തമതേന വിദ്വിഷ, ശത്രുവിനാൽ ഏവ, ഇപ്രകാരം ഏവം ദൃഢം പ്രലബ്ധം, പരിഹസിക്കപ്പെട്ട ഹിരണ്യാക്ഷനെ കണ്ടിട്ട് ഭഗവാൻ, ജ്ഞാനപരിപൂർണനായിട്ടുള്ള വരുണൻ, വരുണൻ ഈശ്വരനാണല്ലോ, അഷ്ടദിക്പാലന്മാരിൽ ഒരാളാണ് വരുണൻ. കൊടിമരത്തിൻ്റെ ചുവട്ടിൽ 8 ദൈവങ്ങൾ 8 ദിക്കിൽ കാണാം. അതിലത്തെ ഒന്നാലാണ് വരുണൻ. പടിഞ്ഞാറ് വശത്ത് വരുണനാണ്. അപ്പം ദേവനാണ്. സമുദ്രനാഥനും ആയ പരിപൂർണനും അപാമ്പതി, അപ എന്ന് പറഞ്ഞാൽ വെള്ളം, വെള്ളത്തിൻ്റെ നാഥനാണ് വരുണൻ ആയ അദ്ദേഹം ഈശ്വരൻ വരുണദേവൻ എന്ത് ചെയ്തു? സ്വയാ ദിയാ ശമയൻ, ദേഷ്യത്തെ അടക്കിയിട്ട്, കോപം വന്നു അതിനെ ഒന്നാണ്ട് അടക്കി. സമുത്തൻ രോഷം, ചിലപ്പോൾ ഈ വന്ന കോപത്തെ അടക്കി വഴിയുള്ളൂ. കാണിക്കാൻ പറ്റാത്തെങ്കിൽ കാണിക്കാൻ പറ്റുമോ? വലിയൊരാൾ നമ്മളെ ചീത്ത പറഞ്ഞു അല്ലെങ്കിൽ വാങ്ങിച്ചൊക്കെ തൽക്കാലം സഹിക്കേ പറ്റൂ. കാരണം അങ്ങോട്ട് പറഞ്ഞാൽ നമ്മുടെ കഥ കഴിയും. അപ്പോൾ ഒരു നയം എന്ന നിലയ്ക്ക് വരുണൻ ക്ഷമിച്ചു കൂട്ടി. ഒന്നാണ്ട് കൊടുക്കാൻ പറ്റാഞ്ഞിട്ടൊന്നുമല്ല വരുണന്. നോക്കുക എന്തൊക്കെ ഉണ്ടാവുകയെന്ന് അറിയണ്ട. ഒരു സംഗതി കാണുമ്പോൾ കാള പ്രസവിച്ചു എന്ന് കേൾക്കണമ്പോൾ കയറെടുക്കാൻ പാടില്ല. അത് ബുദ്ധിയുള്ളവർ ചെയ്യില്ല. ഇവൻ ആരാണ്, എന്തിനു വന്നു അറിഞ്ഞിട്ട് വേണം. അതുകൊണ്ട് തൽക്കാലം എന്ത് ചെയ്തില്ല, പെട്ടെന്ന് കോപിച്ചില്ല. ശമയൻ, അടക്കിയിട്ട് എന്ത് പറഞ്ഞു? അംഗ, അല്ലയോ ഹിരണ്യാക്ഷ, അങ്ങ് കേമനാണ്, ഞാൻ സമ്മതിച്ചു. വലിയ ആൾക്കാർക്ക് എപ്പോഴും വേറെ ആളെ അംഗീകരിക്കാൻ വിഷമമില്ല. അല്പന്മാർക്കുണ്ടാവും. അയാളിപ്പോൾ ആരായാലും എന്താ, ആരായില്ലെങ്കിൽ എന്താ, നമ്മളെപ്പോഴും നമ്മളാ. ആ ബോധ്യമുള്ളവർക്ക് വേറൊരാളെ അംഗീകരിക്കാൻ പേടിയൊന്നുമില്ല. അയാൾ വലുതായിക്കോട്ടെ, നമുക്കിപ്പോൾ എന്താ. അപ്പോൾ വരുണനത് വിഷമമൊന്നുമില്ല. ഹേ പൂജ്യ, കേവനാണ് അങ്ങനെ ഞാൻ സമ്മതിച്ചു. വയം ഇപ്പോൾ അംഗോപശമം,
വയസ്സ് കൂടി അംഗോപശമായ ശരീരത്തിന് വയ്യാണ്ടായിരിക്കണു എന്ന് പറയണം. അംഗോപശമം. യുദ്ധത്തിൽ നിന്നെല്ലാം ഇപ്പോൾ വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്. അംഗം ഉപശമം, ശരീരത്തെ ഒതുക്കി വെച്ചിരിക്കുകയാണ്. വയസ്സായതുകൊണ്ടാണ്, ആവാം, അല്ലാണ്ട് കാരണമൊന്നുമില്ല. ഈ പ്രായമായി കഴിഞ്ഞാൽ എല്ലാ ദിക്കിലേക്കുള്ള ഓട്ടം ഒന്ന് നിർത്തണം, അല്ലെങ്കിൽ 60 കഴിഞ്ഞാൽ അടങ്ങിയിരിക്കണം എന്ന് പറയും പണ്ട്. അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി വീഴും, എല്ലാവർക്കും ബുദ്ധിമുട്ടാവും, അവരവർക്കും ബുദ്ധിമുട്ടാവും. അപ്പോൾ കുറച്ച് അടക്കി ഒതുങ്ങിയിരിക്കുക, യാത്രയ്ക്ക് എത്തിരി കുറയ്ക്കുക എന്ന് പണ്ട് ഒരു പതിവുണ്ട്. വളരെ ശാസ്ത്രീയവും പ്രായോഗികമാണ്. അപ്പം അതുപോലെ ഞാൻ ഇപ്പോൾ എന്ത് ചെയ്തു, യാത്രകളും ശരീരത്തോട് മല്ലിടലൊക്കെ കുറച്ച് എങ്ങനെയെങ്കിലും ഇനിയിപ്പോൾ ഉള്ള കാലം കഴിച്ചു കൂട്ടണം, അത്രയേ ഉള്ളൂ. രോഷം സമുത്തം ശമയൻ സ്വയാദിയ വിമോചതങ്കോപശമം ഗതാവയം. ശരീരത്തെ ഒന്നങ്ങനെ ഒതുക്കി വെച്ചിരിക്കുകയാണ് പ്രായമായതുകൊണ്ട്. അവനവൻ്റെ പ്രായത്തെയും വയ്യായി അവനവൻ അറിയണം എന്നാണ്. അറിയുന്നതാണ് ബുദ്ധി. അല്ലാണ്ട് എനിക്കിപ്പോഴും ചെറുപ്പമാണ്, വയസ്സൊന്നായിട്ടില്ല. വയസ്സാവാണ്ടിരിക്കുന്നത് മനസ്സിനല്ലേ, ശരീരത്തിന് വയസ്സാവാണ്ടിരിക്കുമോ? മനസ്സിന് വയസ്സാവണ്ട, ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ശരീരത്തിൻ്റെ പ്രായത്തെ അല്ലെങ്കിൽ മാറ്റത്തെ, പ്രായം എന്ന് പറയുന്നേക്കാൾ നല്ലത് ശരീരത്തിൻ്റെ മാറ്റത്തെ എന്ന് പറയുക. കാരണം വയസ്സായാലും ആരോഗ്യമുള്ളവരുണ്ടാവും, കാഴ്ചശക്തി ഉണ്ട്, ഓടാൻ വഹിക്കും, അങ്ങനെയുള്ളവരുണ്ടാവും കേട്ടോ. അപ്പോൾ ശരീരത്തിൻ്റെ പ്രായം ഒരു ഘടകം മാത്രമാണ്. പ്രായം ബാധിക്കാത്തവരുണ്ട്, അവർ ശരീരത്തിൻ്റെ മാറ്റത്തെയാണ് അറിയേണ്ടത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരുപാട് യുദ്ധത്തിനൊന്നും ഒരുങ്ങണില്ല, അതിന് പറ്റിയ അവസ്ഥയല്ല എൻ്റെ എന്നും പറഞ്ഞ് വരുണൻ ഒഴിഞ്ഞു മാറി. തുടർന്ന് അവർ തമ്മിലുള്ള സംഭാഷണമാണ്. കായേന വാചാ മനസേന്ദ്രിയർവാബ്ധ്യാത്മനാവാ പ്രകൃതേഷ്വാൻ കരോതി യത്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.